സഹിക്കുന്നതിലും അപ്പുറം വേദനയാണ്. ഒരു ഡെലിവറി ടൈമിലുള്ള പെയിൻ പോലെയാണ് എല്ലാ മാസവും എനിക്കുണ്ടാവുക. ഞാൻ ഒരുപാട് സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ സമയത്ത് എനിക്ക് ആൾക്കാരെ കാണാൻ പോലും പറ്റില്ലായിരുന്നു, അത്രയ്ക്ക് പെയിനായിരുന്നു. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഇവിടെ കയറിയപ്പം പോലെ എനിക്ക് എൻ്റെ ദേഹം ഭയങ്കര വേദനയായി, ചൊറിച്ചിലായി. ഞാൻ എന്നിട്ട് ഉടമ്പടി ആദ്യം എടുക്കുക കുറച്ച് പ്രയാസകരമുള്ള കാര്യമാണ്. എങ്കിലും ഉടമ്പടി ഞാൻ ആ പ്രയാസമൊക്കെ സഹിച്ചെടുത്തു. അങ്ങനെ ഞാൻ ഉടമ്പടിയൊക്കെ എടുത്തു. ഇപ്പം 1.5 വർഷത്തിന് മേലെയായി. 2003 മാർച്ചിലല്ലേ. അങ്ങനെ ഇതുവരെ ഈ ഒരു നിമിഷം വരെ എൻ്റെ ഉടമ്പടിയിലോ ഒരു പ്രാർത്ഥനയിൽ, വൈകുന്നേരമുള്ള പ്രാർത്ഥനയിലും രാവിലെയുള്ള പ്രാർത്ഥനയിലും ഇതുവരെ ഒരു മുടക്കവും വന്നിട്ടില്ല. അതെ, എങ്ങനെയാണെങ്കിലും ആ സമയമാകുമ്പോൾ എങ്ങനെയും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കാൻ ഒത്തോൻ ചോദിച്ചാൽ സാധിച്ചിട്ടില്ല. ഇടയ്ക്ക് കുടുംബ പ്രാർത്ഥന എനിക്ക് പറ്റുന്ന പോലെ എല്ലാം ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റില്ല, വണ്ടി ഓടിക്കുമ്പോഴേലും ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെയെല്ലാം ഞാൻ ചെയ്തു വരുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു വേദനയിൽ നിന്ന് എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയോ എന്ന് ചോദിച്ചാൽ പൂർണ്ണ സൗഖ്യം കിട്ടിയെന്ന് തന്നെ ഞാൻ പറയും. കാരണം എനിക്കിപ്പോൾ സഹിക്കാൻ പറ്റുന്ന വേദനയേ ഉള്ളൂ. ഈ വേദന കൊണ്ട് എനിക്കൊരു ആങ്സൈറ്റി അറ്റാക്ക് വരെ വന്നിട്ടുണ്ട്, സഹിക്കാൻ വയ്യാത്തതുകൊണ്ട്. അപ്പം അങ്ങനെ ഞാൻ അതുവഴി ഒത്തിരി പേരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ തന്നെ ഇപ്പോൾ ഒരു 3-4 പേരുണ്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവർ. അതാണ് എൻ്റെ കൃപാസനത്തിലേക്ക് വരാനുള്ളതും എൻ്റെ രോഗത്തിലുള്ള സൗഖ്യവും എനിക്ക് തന്നത്.